നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ ബെൽ ഐക്കൺ അമർത്തൂ. നമസ്കാരം, ഞാൻ ധനേന്ദ്രൻ വൈദ്യനെടുക്കുകയാണ്. ഇന്ന് പൊതുവെ നമ്മുടെ ഭാരതത്തിൽ കണ്ടുവരുന്ന 30% രോഗികളിലും കണ്ടുവരുന്ന ഒരു രോഗമാണ് അൾസർ എന്ന് പറയുന്നത്. ഈ അൾസർ എന്ന രോഗം ഭാരതത്തിൽ തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും വളരെ കൂടുതൽ രോഗികളിൽ കണ്ടുവരുന്നുണ്ട്. ഇത് സ്ത്രീകളെക്കാൾ പുരുഷന്മാരിലാണ് കൂടുതലും ഈ രോഗം കണ്ടുവരുന്നത്. അമിതമായ മദ്യപാനവും പുകവലിയും തെറ്റായ ആഹാര രീതിയുമൊക്കെയാണ് ഈ രോഗത്തെ വളരെ പെട്ടെന്ന് ക്ഷണിച്ചു വരുത്തുന്നത്. നിൽക്കുന്ന നിപ്പിലാണ് ഈ രോഗം വരിക. അതുപോലെ തന്നെ 25-നും 40 വയസ്സിനും ഇടയിലുള്ള രോഗികളാണ് കൂടുതലും നമ്മൾ കണ്ടുവരുന്നത്. മദ്യപിക്കുകയും നമ്മുടെ ഇപ്പോഴത്തെ കുറേ ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും അതുപോലെ തന്നെ പുകവലിയും ഒക്കെ ഇതിന് കാരണമാണെന്ന് പറയുമ്പോൾ പുകവലിക്കാത്തവരിലും ഈ രോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്, മദ്യപിക്കാത്തവരിലും കണ്ടുവരുന്നുണ്ട്. ഏതെങ്കിലും ഒരു കാരണം, തെറ്റായ ഭക്ഷണ സംസ്കാരമോ മദ്യപാനമോ പുകവലിയോ ഒക്കെ ഇതിന് കാരണമായി പറയുമ്പോൾ പുകവലിക്കുന്നവരുടെ സമീപത്ത് നിന്ന് പുകയേൽക്കുന്നതും ഈ രോഗത്തെ ക്ഷണിച്ചു വരുത്താം. ആമാശയ രോഗങ്ങളിൽ ഏറ്റവും പ്രാധാന്യവും സാധാരണ കാണപ്പെടുന്നത് അൾസർ തന്നെയാണ്. മോഡേൺ മെഡിസിനിൽ ഇത് 1-2 ടൈപ്പിലൊക്കെ പറയുന്നുണ്ട്. ഗ്യാസ്ട്രിക് അൾസർ എന്നും അതുപോലെ തന്നെ ഡുവോഡിനൽ അൾസർ എന്നും ഒക്കെ പറയുമ്പോഴും ചിലരിൽ വിശന്നിരിക്കുന്ന രോഗികളിൽ അമിതമായ വയറുവേദന ഉണ്ടാകുന്ന അൾസർ ഉണ്ടാകാം. ചിലർക്ക് ആ സമയത്ത് ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് അതിനെ ഒന്ന് നിയന്ത്രിക്കാൻ നോക്കും. ചിലർക്ക് അങ്ങനെയല്ല, ശരിക്കും ഒരു പെട്ടെന്ന് നെഞ്ചിരിച്ചിൽ, പുളിച്ചത് കിട്ടൽ, അതുപോലെ തന്നെ ആമാശയത്തിലുണ്ടാകുന്ന ചെറിയ വ്രണം അല്ലെങ്കിൽ വ്രണങ്ങൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അൾസറുകളും പൊതുവെ കണ്ടുവരുന്നുണ്ട്. ഇത് പൊതുവെ നമ്മുടെ ക്രമരഹിതമായ ഭക്ഷണം, അതുപോലെ തന്നെ ചൂടുള്ളതും എരിവുള്ളതുമായ ഭക്ഷണം, ചവച്ചരയ്ക്കാതെയുള്ള ആഹാര രീതി, ഇവയെല്ലാം ദഹന പ്രക്രിയയെ ശരിക്കും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുകവലി, അതുപോലെ തന്നെ മദ്യപാനം രോഗത്തിൻ്റെ ഒരു നിദാനമായി തന്നെയാണ് വർദ്ധിക്കുന്നത്. പുകവലിക്കുന്നവരുടെ സമീപത്ത് നിന്ന് പുക ശ്വസിക്കുന്നത് പോലും രോഗങ്ങൾ വിളിച്ചു വരുത്തുമെന്ന് ഞാൻ പറഞ്ഞത്, ചില ഭവനങ്ങളിലും അതുപോലെ ചില പൊതുസ്ഥലങ്ങളിലും ഒക്കെ നിരന്തരം പുകവലിച്ചുകൊണ്ടിരിക്കുന്നവരുടെ സമീപത്ത് ഞാനല്ലല്ലോ വലിക്കുന്നത്, അടുത്ത് നിൽക്കുന്നയാളല്ലേ എന്ന് വിചാരിക്കുന്നവരും, അതാണ് ഈ പുകവലിയൊക്കെ സമൂഹത്തിൽ നിരോധിക്കുന്നതിൻ്റെ കാരണം. അതാണ് ഒരുപാട് രോഗങ്ങൾ. ഒന്നാമത് നമ്മുടെ അന്തരീക്ഷങ്ങൾ മുഴുവൻ പൊല്യൂഷനാണ്. ആ മലിനീകരണമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾക്ക് വിധേയരാകുന്നവരും അവരുടെ സമീപത്ത് നിൽക്കുന്നവരും രോഗികളാകുന്നു എന്നുള്ള ചിന്താഗതികൾ നമ്മുടെ സമൂഹത്തിൽ അത് ഉരുത്തിരിയേണ്ടതാണ്. അതുപോലെ തന്നെയാണ് പുകവലിക്കുന്നവരുടെ ഏറ്റവും ഗുരുതരമായൊരു പ്രശ്നം എന്ന് പറയുന്നത് അൾസർ ഗുരുതരാവസ്ഥയിലെത്തുകയും പിന്നെ അത് ചികിത്സ പ്രയോജനപ്പെടാതെ വരികയും ചെയ്യുന്നുണ്ട്. ചികിത്സിക്കും, പക്ഷെ അവരുടെ ദിനചര്യയുടെ ഭാഗമായി തന്നെ കൊണ്ടുപോകുന്ന ഇത്തരം ദുസ്വഭാവങ്ങളിൽ നിന്നും അവർ വ്യതിചലിക്കുന്നില്ല എന്നുള്ളതാണ്. സാധാരണ ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് വയറ്റിൽ ഒന്നുമില്ലാതിരിക്കുക, അതുപോലെ ഭക്ഷണം ആവശ്യത്തിനില്ലാതെ വരിക തുടങ്ങിയ സന്ദർഭങ്ങളിലും അമ്ലരസം ആമാശയഭിത്തിയെ നശിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കൃത്യസമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ച് ശീലിക്കുന്നതാണ് ഈ രോഗത്തെ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമായിട്ട് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും ഇങ്ങനെ വരുന്ന രോഗികളോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ചിലപ്പോൾ രാവിലെ കഴിക്കേണ്ട ഭക്ഷണം ഉച്ചയാകും, ഉച്ചയ്ക്ക് കഴിക്കേണ്ടത് വൈകിട്ടാകും, ചില ദിവസം ഭക്ഷണമേ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ക്രമം തെറ്റിയ ഒരു ആഹാര രീതിയും ഇതിനൊരു നിദാനമല്ലേ എന്ന് ഞാൻ ചില സമയത്ത് സംശയിക്കുന്നു. അപ്പം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് വയറ്റിൽ നമ്മൾ കൃത്യമായിട്ട് കഴിക്കണം. അതിനകത്ത് വെറും വയറായിട്ട് ഇരിക്കാതിരിക്കുക. ആ ഭക്ഷണം ആവശ്യത്തിന് തന്നെ നമ്മൾ കഴിക്കേണ്ട സമയത്ത് കഴിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ഈ പുറമേ നിന്ന് മേടിക്കുന്ന ഭക്ഷണങ്ങളിലൊക്കെ നിറവും രസവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ചേർത്തുള്ള ഭക്ഷണങ്ങളുടെ ഒരു സംസ്കാരത്തിന് വിധേയമാവുക എന്ന് എനിക്ക് അതിനകത്ത് പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ചായയുടെയും കാപ്പിയുടെയും അമിതമായ ഉപയോഗം കൊണ്ട് അൾസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. വേദനാസംഹാരി ഗുളികകൾ, അങ്ങനെയുള്ള എന്താ പറയുക, ഈ കുറേ വേദനാസംഹാരം, നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ തലവേദന വന്നാലും കാലിന് വേദന വന്നാലും നടുന് വേദന വന്നാലും ഒക്കെ ഓടിപ്പോയി മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി
വിവരം പറഞ്ഞൊരു വേദനയ്ക്കുള്ള ഗുളികകൾ മേടിച്ച് അങ്ങനെ വേദന സംഹാരി ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് താൽക്കാലിക ശമനത്തിനായിട്ട്. അങ്ങനെയുള്ളവരിലും അൾസറിൻ്റെ സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ മാനസിക പിരിമുറുക്കവും സംഘർഷവും ഒരുപാട് അനുഭവിക്കുന്നവർക്കും അൾസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട്. മനസ്സിന് ഒരു സ്വസ്ഥതയും സമാധാനവും നിലനിർത്താനുള്ള ആവശ്യമായ കാര്യങ്ങളിലേക്കാണ് മനുഷ്യൻ വന്നു ചേരേണ്ടത്. അപ്പം ചെറിയ ഒരു മാനസിക സംഘർഷമുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു പിരിമുറുക്കമുണ്ടെങ്കിലും ഒക്കെ അൾസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുമ്പോൾ ഇതൊക്കെ ദഹനരസങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾക്ക് മനസ്സിലാക്കാൻ. അമിതമായ ഉത്കണ്ഠ, അതുപോലെ തന്നെ വ്യാകുലത, അങ്ങനെ തുടങ്ങിയവ മൂലം നമുക്ക് ഈ വേഗസ്നാഡി ഉത്തേജിക്കുകയും ആമാശയത്തിൽ അമ്ലസ്രവം ഉണ്ടാവുകയും ചെയ്യും. നിരന്തരമായി ഇത് ഉണ്ടാവുകയാണെങ്കിൽ വ്രണമായി മാറി അൾസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. കരൾ രോഗങ്ങൾ, അതുപോലെ തന്നെ സന്ധിവീക്കം, ശ്വാസകോശ രോഗങ്ങൾ അങ്ങനെയുള്ള അവർക്കും ഇങ്ങനെ അൾസറിൻ്റെ ഒരു സാധ്യത കൂടുതലാണ്. അണുക്കളിലൂടെ അൾസർ ഉണ്ടാകുന്നുണ്ടെന്ന് അടുത്ത കാലത്തായിട്ട് ചില പഠനങ്ങൾ പറയുന്നുണ്ട്. മലിനജലം, ശുചിയില്ലാത്ത ഭക്ഷണം, ഇവയുടെയൊക്കെ അണുക്കൾ ആമാശയത്തിലെത്തി അവിടെ അങ്ങനെയുള്ള ഒരു മേഖലകളിലും വ്രണങ്ങൾ ഉണ്ടാക്കി അങ്ങനെ അൾസറിൻ്റെ ഒരു സാധ്യതയുണ്ട്. അപ്പം നമ്മളിത് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ അനുവർത്തിക്കുന്ന കുറേ കാര്യങ്ങളിൽ നിന്നും നമ്മൾക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങളെ നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അതിൽ നിന്ന് നമ്മൾ ഒഴിവായി നിൽക്കണം. ഈ രോഗത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമായി കണ്ടുവരുന്നത് വയറുവേദനയാണ്. പൊക്കിളിന് മുകളിൽ വയറിൻ്റെ നടുഭാഗത്താണ് പ്രധാനമായും ഈ രോഗത്തിൻ്റെ ഒരു വേദന വരുന്നത്. വേദനയുടെ കാഠിന്യത്തിന് ചിലപ്പോൾ ചിലർക്ക് അത് ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടാം. അത് ഗ്യാസ്ട്രിക് അൾസറിൻ്റെ ഒരു ലക്ഷണം നമ്മൾ ടൈപ്പിലാണെങ്കിൽ ചിലപ്പം നമ്മൾ ഡുവോഡിനൽ അൾസർ എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലായിരിക്കും. അപ്പം ഇത് ചിലർക്ക് രക്തത്തിലൂടെ മലത്തിലൂടെ ഈ രക്തത്തിൽ കറുത്ത രക്തം വരുന്നതും ചിലർക്ക് കാണാൻ സാധിക്കും. അതും ഒരു അൾസറിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. സാധാരണഗതിയിൽ ലക്ഷണങ്ങളുടെ ഒരു സൂക്ഷ്മ വിശകലനത്തിൽ നിന്നും രോഗം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വായിലൂടെ ആമാശയത്തിലേക്കും ഡുവോഡിലേക്കും ഇറങ്ങുന്ന ആധുനിക വീഡിയോ, അതുപോലെ എൻഡോസ്കോപ്പിലൂടെ ഉള്ളിലെ സ്ഥിതി ഡോക്ടർമാർക്ക് നേരിട്ട് കണ്ട് അൾസറാണോ അതുപോലെ ക്യാൻസർ ആണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയാണിത്. ഇങ്ങനെയൊക്കെ ഒരുപാട് പരിശോധനകൾ നമ്മൾക്ക് ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ആമാശയത്തിലെയും കുടലിലെയും ക്യാൻസർ രോഗങ്ങൾ ഓരോ ദിവസവും കഴിയും തോറും നമ്മളിന്ന് കൂടുകയാണ് ചെയ്യുന്നത്. നേരത്തെ ഒരു 60 വയസ്സിന് മുകളിലുള്ളവരിലാണ് ഈ രോഗങ്ങൾ കൂടുതലായി ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു 30 വയസ്സ് കഴിഞ്ഞ ആൾക്കാരിലും ഈ രോഗങ്ങളുടെ സാന്നിധ്യം വളരെ കൂടുതലാണ്. അൾസർ വേണ്ട വിധം ചികിത്സിച്ചില്ല എങ്കിൽ ആമാശയ ഭിത്തിയിലെ വ്രണങ്ങൾ സുഷിരങ്ങളായി വളർന്ന് വികസിക്കാൻ സാധ്യതയും കൂടുതലാണ്. ഇപ്പം ഇത് ക്യാൻസറിൻ്റെ വേണമെങ്കിൽ ഒരു സാധ്യത എടുക്കാൻ ക്യാൻസറിൻ്റെ വളർച്ചയ്ക്കും ഇതിന് വേണമെങ്കിൽ സാധ്യത കൂടുതലുണ്ട്. ഇത്തരത്തിലുണ്ടാകുന്ന സുഷിരങ്ങളിലൂടെ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉദരത്തിലേക്ക് പ്രവഹിച്ച് വലിയ ഒരു രോഗങ്ങളുടെ ഒരു അപകടസ്ഥിതിയിലേക്ക് വേണമെങ്കിലും എത്തിക്കാൻ സാധിക്കും. ഇതൊക്കെ നമ്മുടെ ദഹനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതചര്യകളുമായി ബന്ധപ്പെട്ട് നാം തന്നെ ഉരുത്തിരിക്കുന്ന രോഗങ്ങളിൽ ഒന്നാണ്. ദഹനക്കേട് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ വറുത്തതും പൊരിച്ചതുമായ ആഹാരം നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം. സമയാസമയങ്ങളിൽ കൃത്യതയോടെ ദഹനം കൃത്യമായ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ നടക്കട്ടെ. ആ സമയത്ത് ഭക്ഷണം കുറച്ചളവിലെങ്കിലും ഭക്ഷണം കഴിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ചവച്ചരച്ച് കഴിക്കുക തന്നെ വേണം. എരിവ്, അമിതമായിട്ടുള്ള എരിവ്, അമിതമായ പുളിവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ പൊതുസമൂഹത്തിൽ കണ്ടുവരുന്നതാണ് കറിമസാലക്കൂട്ടുകൾ, രുചി പ്രദാനം ചെയ്യുന്ന പ്രത്യേക തരം ഭക്ഷണ പദാർത്ഥങ്ങൾ. ഇതൊക്കെ ഒന്നെങ്കിൽ കുറയ്ക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക. ഇതൊക്കെ ഈ രോഗത്തെ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ലതാണ്. മദ്യപാനം, പുകവലി, അതുപോലെ തന്നെ മുറുക്ക്, ഇത് ഇങ്ങനെയുള്ള രോഗികളിൽ നിഷിദ്ധം തന്നെയാണ്. തൊട്ടാൽ ഈ രോഗം വർദ്ധിക്കുകയും ആവശ്യമില്ലാത്ത അപകട തലങ്ങളിലേക്ക് രോഗം പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ തീർത്തും വയ്യാത്ത ഒരു സ്റ്റേജിൽ ഇതിനെയൊക്കെ ചികിത്സിക്കുക അസാധ്യം തന്നെയാണ്. അപ്പോൾ അതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച് 2-3 മണിക്കൂർ കഴിയുമ്പോൾ ചെറു ചൂടുവെള്ളം കുടിക്കുന്നതും ഏറ്റവും നല്ലതാണ്. അതുപോലെ നമ്മൾ ആഹാരങ്ങൾ കഴിച്ചിട്ട് ഉടനെ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യാതെ
ഒരല്പസമയം കൈവീശി നടക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഒരു 10 മിനിറ്റെങ്കിലും പണ്ടത്തെ കാരണവന്മാർ പറയില്ലേ അരക്കാതം നടക്കുക എന്ന്. ആ അരക്കാതം നടക്കുക എന്ന് പറയുന്നത് ആഹാരം കഴിച്ച് അല്പം ദഹനം നടക്കട്ടെ, ഉടനെ അവിടെ ഇരിക്കുകയും കിടക്കുകയും ചെയ്യാതെ ഒന്ന് കൈവീശി നടക്കുന്നത് നല്ലതാണ്. പഴങ്ങളും പച്ചക്കറികളും വളരെ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. മാംസാഹാരങ്ങളുടെ ഒരു ആധിക്യം ഇന്ന് കൂടി വരികയാണ്. അങ്ങനെയുള്ളതൊക്കെ ഏറ്റവും കുറയ്ക്കുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ നന്നായി ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുകയും ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിക്കാതിരിക്കുക എന്നുള്ള ഒരു ചിന്ത, അത് ചിലർ ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിനോടൊപ്പം വെള്ളം കുടിക്കുന്നത് നല്ലതല്ല എന്നുള്ള ഒരു നിഗമനത്തിലും ചില മേഖല എത്തിച്ചേരുന്നുണ്ട്. എരിവും പുളിയും പുളിച്ചവയും വറുത്തവയും കിഴങ്ങ് വർഗ്ഗങ്ങളും പഴകിയ ആഹാര സാധനങ്ങളും ചായയും കാപ്പിയും പുകയിലയും മദ്യവും നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് ഈ രോഗത്തെ നമുക്ക് നിയന്ത്രിക്കാം. അതുപോലെ തന്നെ ഇലക്കറികളും പച്ചക്കറികളും കൂടുതലായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ്. നമ്മുടെ വെള്ളരിക്ക നീരുണ്ടല്ലോ, അത് ഒരു എല്ലാ ദിവസവും ഒരു 4-5 ഔൺസ് വീതം നമ്മൾ ഉള്ളിൽ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ ബാർലി, അതിൻ്റെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ ബാർലിയും അലങ്കാരക്കായും കൂടെ പൊടിച്ചിട്ട് അതിൻ്റെ പാട മാറ്റിയിട്ട് അത് നമ്മൾ തുടർച്ചയായിട്ട് കുറച്ച് നാൾ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഒരു അല്പം തുളസി ഇല, ഒരു 10-20 തുളസി ഇല എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു നുള്ളു തുളസി ഇല നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് തലേദിവസം വൈകിട്ട് ഇട്ട് വെക്കുക. അത് അടച്ചു വെച്ചിരുന്നിട്ട് രാവിലെ ആ വെള്ളം ചവച്ചരച്ച് നീര് കഴിച്ചാൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. വരണാതി കഷായം പോലുള്ളത് വെച്ച് കഴിച്ചാൽ, വരണാതി കഷായത്തിലൊക്കെ ശുദ്ധിവസ്തുക്കളുള്ളതാണ്, അതൊക്കെ കൃത്യമായി അറിവുള്ള വൈദ്യൻ്റെയും ഡോക്ടറുടെയും ഒക്കെ നിർദ്ദേശാനുസരണം ഇതിനുള്ള ചികിത്സകളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക. വൈദ്യൻ്റെയും ഡോക്ടറുടെയും നിർദ്ദേശാനുസരണം മാത്രമാണ് നമ്മൾ ഔഷധങ്ങൾ സേവിക്കേണ്ടത്. എന്തെങ്കിലും കേട്ടോടനെ അത് ഓടിപ്പോയി ചെയ്യുന്ന ഒരു പ്രവണത ഇനിയുള്ള കാലത്ത് മനുഷ്യനിൽ ഉണ്ടാകരുത്. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് നമ്മളിൽ പലരും അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും സ്വയം ചികിത്സ അപകടത്തെ ക്ഷണിച്ചു വരുത്തും. ഒരു രോഗത്തെക്കുറിച്ചുള്ള ഒരു അവബോധം ഒരു ക്ലാസ്സിലൂടെ അല്ലെ ഒരു ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് നൽകുന്നത് സമൂഹത്തിൽ രോഗങ്ങൾ കൊണ്ട് മനുഷ്യൻ ഒരുപാട് കഷ്ടപ്പെടുകയാണ്. രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു, ഭവനങ്ങൾ മുഴുവൻ മരുന്ന് കൂമ്പാരമാകുന്നു. ഇതിൽ നിന്നെല്ലാം മോചനം നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കൂട്ടായ്മയിൽ നമ്മൾ പങ്കെടുക്കുന്നത്. ഒരു സമൂഹത്തിൻ്റെ സമ്പത്തെന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ്. ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ രോഗത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന കാര്യം നിങ്ങളിൽ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ രോഗികളാണ്. നമ്മുടെ ഭവനങ്ങൾ മരുന്ന് കൂമ്പാരങ്ങളുമാണ്. നമ്മുടെ വിലപ്പെട്ട സമയം മെഡിക്കൽ ഷോപ്പിലും മെഡിക്കൽ കോളേജിൻ്റെ തിണ്ണയിലുമാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ രോഗികളാണ്. അപ്പം ഈ സമൂഹത്തിൽ മറ്റുള്ളവർ രോഗമില്ലാത്തവരെയും രോഗികളാക്കുന്നതിന് ഒരു പ്രവണത നമ്മളിൽ പലർക്കും കണ്ടുവരുന്നുണ്ട്. അതായത് നമ്മുടെ ഭവനങ്ങളിലെ, നമ്മുടെ സ്ഥാപനങ്ങളിലെ മാലിന്യങ്ങൾ ഈ പ്രകൃതിയിലേക്ക് വലിച്ചെറിയരുത്, അത് സംസ്കരിക്കണം. നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങളിൽ നിന്ന് ഒരുപാട് പേര് രോഗികളാകുന്നുണ്ട്, നമ്മുടെ പ്രകൃതി മലിനമാകുന്നുണ്ട്. ശുദ്ധമായ ഒരു വായുവിന് വേണ്ടി, ശുദ്ധമായ ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി നമ്മൾ കൊതിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, എന്നെ ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരും ഓരോരുത്തരും ഓരോ തീരുമാനമെടുക്കുക. നമ്മൾ രോഗികളാണ്, നമ്മുടെ ഭവനങ്ങളിൽ ഔഷധങ്ങളുമുണ്ട്. അതുപോലെ മറ്റുള്ളവരും രോഗികളാക്കാതെ ഈ പ്രകൃതിയെ നമ്മളെല്ലാവരും ചേർന്ന് ഒരുമിച്ചൊരു മനസ്സോടെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വ ബോധം ഈ പ്രകൃതിയിൽ ജനിച്ച് നമ്മൾക്കുണ്ട്. അത് മനസ്സിലാക്കി നിങ്ങളുടെ മാലിന്യങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ തന്നെ സംസ്കരിക്കാനുള്ള ഒരു ഏർപ്പാടുണ്ടാവണം. ഒരിക്കലും നമ്മുടെ വേസ്റ്റുകൾ പൊതുനിരത്തിലേക്ക് വലിച്ചെറിയരുത്. അത്രയും മലിനമാണ്, രോഗങ്ങൾ കൊണ്ട് നിറയുകയാണ്. നമ്മൾ വലിച്ചെറിയുന്ന രോഗത്തിൽ നിന്നും നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യത്തിൽ നിന്നും നമ്മളും മറ്റുള്ളവരും രോഗികളാവുകയാണ്. അൾസർ രോഗം ആരംഭത്തിലെ ചികിത്സിച്ചാൽ വളരെ സുഗമമായി തന്നെ നമുക്കിതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. വരണാതി കഷായത്തിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് അൾസർ രോഗത്തിന് വളരെ ഹിതമാണ്. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കുക, കഷായം കഴിവതും അങ്ങാടി മരുന്നുകൾ മേടിച്ച് അത് കല്ലിൽ വെച്ച് ചതച്ച് മൺകലത്തിൽ വേവിച്ച് കഴിക്കാൻ, അതായത് പൂർവികരുടെ
നമ്മൾക്ക് പകർന്നു തന്ന ഒരു അനുഭവ സമ്പത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ട കാലമായിരിക്കുന്നു. അങ്ങനെയുള്ള ഉപയോഗങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ രോഗത്തെ വളരെ പെട്ടെന്ന് കുറയ്ക്കാനും പൂർവ്വസ്ഥിതിയിലേക്ക് നല്ല ആരോഗ്യത്തോടെ തിരിച്ചു വരാനും നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, ഈ രോഗം വരാത്തവരുടെ ശ്രദ്ധയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും രസം പോലുള്ള കറികൾ നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇഞ്ചിമൂര് നമ്മുടെ കറികളിൽ ഉൾപ്പെടുത്തുക. ഭക്ഷണത്തിന് ശേഷം വെള്ളം കുടിക്കുക. ആഹാരത്തിന് ശേഷം എന്ത് ഭക്ഷണം കഴിച്ചാലും ഏത് സമയത്ത് കഴിച്ചാലും ഒരു 10 മിനിറ്റെങ്കിലും കൈവീശി നമ്മുടെ വീടിനകത്തോ സ്ഥാപനത്തിലോ എവിടെ ആയിക്കൊള്ളട്ടെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നതിന് ശേഷം നിങ്ങളുടെ സീറ്റിലിരുന്ന് ജോലി ചെയ്യുകയോ കിടന്നുറങ്ങുകയോ ഒക്കെ ചെയ്യുക. ഒരിക്കലും ആഹാരം കഴിച്ച ഉടനെ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യരുത്. ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ എല്ലാ പുരാണ ഗ്രന്ഥങ്ങളിലും പറയുന്നത് പോലെ ദഹനം എന്ന് പറയുന്നത് കൃത്യമായിരിക്കണം. എല്ലാ രോഗങ്ങളും ഉരുത്തിരിയുന്നത് ഉദര സംബന്ധമായ രോഗങ്ങളിൽ നിന്നാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഇരിക്കുന്ന ആന്തരിക അവയവങ്ങൾ അവർ സുരക്ഷിതമായിരിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭക്ഷണം അത്രയും ശ്രദ്ധയോടെ വേണം. എന്ത് കിട്ടുന്നതും വളരെ രസത്തോടെയും അല്ലെങ്കിൽ നിറങ്ങൾ പിടിപ്പിച്ചവയൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ കൊതിയൂർന്ന വിഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഓർക്കുക, ഇതൊക്കെ സ്വീകരിക്കാൻ പാകത്തിനുള്ള ആൾക്കാർ നമ്മുടെ ശരീരത്തില്ല എന്നുള്ളത്. എല്ലാം ഉപേക്ഷിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അത്യാവശ്യമൊക്കെ ആകാം, പക്ഷേ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഭക്ഷണ സംസ്കാരങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരണം. നന്ദി. ഞാൻ ധന്വന്തരൻ വൈദ്യൻ ഇടുക്കിയാണ്.